ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വിശുദ്ധ പകൽക്കാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി തന്നുവല്ലോ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഏവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കൂട്ടായ്മ ആചരിക്കുക, സഭാരംഗം സംവദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. സന്തോഷമുള്ളപ്പോഴും ദുഃഖത്തിൻ്റെ വേളയിലും തിരക്കുണ്ടെങ്കിലും തിരക്കില്ലെങ്കിലും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. സഭാരാധനയിൽ നാം ചേർന്നിരിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പം അരുൺ ബ്രദർ കഞ്ഞിയൊക്കെ വാരി വിഴുങ്ങി ഡ്രസ്സ് മാറി ഓടുക. ഉണ്ടെങ്കിലും തിരക്കില്ലെങ്കിലും നമ്മൾ ആരാധനയ്ക്ക് അതിൻ്റെ മഹത്വം കൊടുക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വേളകളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം ലഭിക്കുമ്പോൾ ആത്മീയമായി നാം ഒന്ന് ഉണർന്നിരിക്കുമ്പോൾ കൂട്ടായ്മയ്ക്ക് ആചരിക്കാൻ വളരെ സന്തോഷമാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിശബ്ദതയാണെങ്കിലും നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ലഭിക്കുന്നില്ലെങ്കിലും ദൈവത്തോട് നാം ചേർന്നിരിക്കണം. 46 സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അവൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രതികൂലമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും അതിന് നടുവിൽ എനിക്ക് ഉറപ്പുണ്ട്, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ആമേൻ എന്നെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവകാരമുണ്ട്. ആമേൻ. ഒരു പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചില്ലെങ്കിലും, ഇന്നത്തെ എൻ്റെ വിഷമത്തിനുള്ള നൊമ്പരത്തിനുള്ളൊരു ഉത്തരം വന്നില്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ട്. ആമേൻ. ഞാനൊരു സംഭവം പ്രകാരം കേട്ടിട്ടുണ്ട്. അമേരിക്കയിലുള്ള ഒരു ചെറിയ കർഷക കുടുംബം. ഈ കുടുംബത്തിൽ ഒരു 10 വയസ്സായ മകനുണ്ട്. ഇവൻ തൻ്റെ വീടിനോട് ചേർന്നുള്ള നദിയിൽ അവർ കളിക്കുകയും നീന്തുകയും ചെയ്യുന്നൊരു നദിയാണ്. ഗ്രാമപ്രദേശം. എന്നാൽ വളരെ റയറായിട്ട് ഈ നദിയിൽ ചീങ്കണ്ണിയൊക്കെ ഉണ്ട്. അത് പക്ഷേ ആ ഗ്രാമപ്രദേശത്തുള്ള ജീവിക്കുന്നവർക്കൊക്കെ അറിയാം എപ്പോഴാണ് സൂക്ഷിക്കേണ്ടത്, എപ്പോഴാണ് കുഴപ്പമില്ലാത്ത സമയം. ഒരിക്കൽ ഈ മകൻ അവൻ ഈ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പിതാവ് ദൂരത്തു നിന്ന് കണ്ട് ഒരു ചീങ്കണ്ണി അപ്രോച്ച് ചെയ്യുകയാണ്. ഈ മകൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ പിതാവ് കരയിൽ നിന്ന് അലറി വിളിച്ചു, നീ പെട്ടെന്ന് തിരിച്ചു വാ, കരയിലോട്ട് കയറി വാ. മകനിത് കേട്ടു. അവനൊന്നും കാണുന്നില്ല, എങ്കിലും അവനെ വിളി കേട്ട് അവന് കരയിലേക്ക് നീന്തുവാണ്. അപ്പൻ്റെ അടുത്തോട്ട് നീന്തുകയാണ്. ഈ പയ്യന് കരയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ചീങ്കണ്ണി ഇവൻ്റെ കാലിൽ കയറി കടിച്ചു. ഇതിനെ തിരിച്ചെടുത്ത് വള്ളത്തിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയം കൊണ്ട് ഈ പിതാവ് ഓടി വന്നു. ഈ പിതാവ് വന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു. ഈ ചീങ്കണ്ണിയും പിതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി പോലെ ഇതിൽ വലിക്കുകയാണ്. ഈ പിതാവ് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ കൊടുക്കത്തില്ല. ഈ പിതാവിൻ്റെ ബഹളവും ഇതൊക്കെ കേട്ട് നാട്ടുകാർ ഓടി വന്നു, എല്ലാവരും വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ഈ ചീങ്കണ്ണി വിട്ടിട്ട് ഇത് തിരിച്ചു പോയി. അവൻ്റെ കാലിൽ നിന്ന് രക്തം ഒരുപാട് ഒഴുകാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ മാസങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു ഈ പൈതലൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ. വളരെ ആഴത്തിലുള്ള ഒടിവുകളൊക്കെ ഇവന് സംഭവിച്ചു. അതിൻ്റെ ട്രോമയിലൊക്കെയായി മാസങ്ങളോളം ചികിത്സയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഇവൻ ഏകദേശം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പ്രായമായി. ഏകദേശം അവനെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ആ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ ന്യൂസായിരുന്നു. വീട്ടിലെത്തിയെന്ന് അറിഞ്ഞപ്പോൾ പല റിപ്പോർട്ടേഴ്സൊക്കെ വീട്ടിൽ വന്നു. ഈ കുഞ്ഞിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു, അവൻ്റെ അനുഭവമൊക്കെ ചോദിച്ചു, എങ്ങനെയുണ്ട് നിൻ്റെ ഇപ്പോഴത്തെ ആ ട്രോമയിലൊക്കെ പുറത്ത് വന്നോ. ഇവൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ്റെ കാലിലെ ആ മുറിവുകളൊക്കെ കാണിച്ചു. ഭയങ്കര ആഴമേറിയ മുറിവുകളും വലിയ പ്രതിസന്ധിയൊക്കെയാണ്. എന്നാൽ അവൻ പറഞ്ഞു, ഈ മുറിവിൻ്റെ ഇടയിലും എനിക്ക് സന്തോഷമുള്ള, എനിക്ക് ജോയ് തരുന്ന ഒരു മുറിവുണ്ട്. അതേതാണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ്റെ കയ്യിലെ ഒരു പാട് കാണിച്ചു. നോക്കിയപ്പോൾ ഇവൻ്റെ കയ്യിൽ ഇവൻ്റെ പിതാവിൻ്റെ നഖം ആഴ്ന്നിറങ്ങിയ പാടുകൾ. ഇവനെ ഈ ചീങ്കണ്ണി പിടിച്ചുകൊണ്ട് പോകുന്നത് തടയുവാൻ വേണ്ടി പിതാവ് ശക്തിയോടെ അവനെ പിടിച്ചു വലിച്ച പാടുകൾ, നല്ല ആഴത്തിലുള്ള മുറിവ് തന്നെ കയ്യിലുണ്ടാക്കി. എങ്കിലും അവൻ പറയുകയാണ്, ഈ മുറിവ് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എന്നറിയാവോ, ഈ മുറിവ് എന്നെ വേദനിപ്പിക്കാനുള്ള മുറിവല്ല, പിന്നെയോ ആമേൻ, ഞാൻ നിന്നെ കൈവിടത്തില്ല, എന്ത് പ്രതികൂലത്തിലും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് എനിക്ക് ഒരു ഉറപ്പ് തരുന്ന ഒരു മുറിവാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയിൽ, ദുഃഖത്തിൻ്റെ മുറിവിൻ്റെ വേളയ്ക്കകത്ത് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ആമീൻ, ഇതിൻ്റെ എൻഡിൽ, എൻ്റെ അവസാനം എത്തുമ്പോൾ എന്നെ കൈവിടാത്തതിൻ്റെ ഒരു കരമാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് കഴിയും. ആമേൻ. ഒരു പക്ഷേ ഇന്ന് നിനക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയില്ലെങ്കിലും ആമേൻ, ഈ മുറിവിൻ്റെ അകത്തും ദൈവത്തിൻ്റെ കരം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരം നമുക്ക് കാണാൻ കഴിയും. ഹാലൽ ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ്. ഞാൻ ഇന്ന് പകൽക്കാലം കിടന്ന ദൈവം സഹായിക്കട്ടെ. 24-ാം സങ്കീർത്തനമാണല്ലോ അന്ന് നാം വായിച്ചത്. അതിൽ നിന്ന് ചെറിയൊരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സൈഡിലോട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ കുനിഞ്ഞ് നോക്കണം.
ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കും പ്രയാസമൊന്നുമില്ലല്ലോ. ഞാൻ പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു പുതിയ സഭയിൽ ഒരു പാസ്റ്റർ വന്ന് ചാർജ് എടുത്തു. അതേ നോക്കിയപ്പോൾ പുൾപിറ്റ് പോഡിയം ഒരു വശത്തായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നടുക്ക് നിന്ന് പ്രസംഗിച്ചാണ് ശീലം. ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഇദ്ദേഹം എടുത്ത് ഇതുകൊണ്ട് നടുക്കങ്ങ് വെച്ചു. വലിയ പ്രശ്നം, വലിയ വിവാദം, വിശ്വാസികളൊക്കെ അങ്ങ് ഇളകി. ഇത് ഞങ്ങളുടെ വർഷങ്ങളായിട്ട്, അത് ആരംഭിച്ച കാലം മുതൽ, ഞങ്ങളുടെ പിതാക്കന്മാർ മുതൽ ആ സൈഡിൽ നിന്നാണ് പ്രസംഗിച്ചു തുടങ്ങിയത്. അന്ന് വെച്ച പൊടിയുമാണ്, ഇതാരും മാറ്റിയിട്ടില്ല. ഭയങ്കര പ്രശ്നമായി അവസാനം ഈ പാസ്റ്റർ ഇവിടുന്ന് പോകേണ്ടി വന്നു. പുതിയ ആൾ വന്നു, പുതിയ ആളും ഈ കഥ കേട്ടിട്ടാണ് വന്നത്. ഇദ്ദേഹത്തിനും ഇഷ്ടമല്ല ഈ സൈഡിൽ നിൽക്കാൻ, നടുക്ക് നിൽക്കണം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഞായറാഴ്ചയും 1/2 ഇഞ്ച് വെച്ച് നീക്കും. ഏകദേശം ഒരു 3 മാസം കൊണ്ട് പൊടി നടുക്ക് വന്നു. ആർക്കും പ്രശ്നമില്ല, ആർക്കും പരാതിയില്ല. ആർക്കും ചേഞ്ച് ഇഷ്ടമല്ല. എല്ലാവരും അവരുടെ ഒരു കംഫർട്ടിലൊക്കെ പോകുന്നത് ഇഷ്ടം. ഇന്ന് പലകാലം നിങ്ങൾക്ക് അങ്ങനെ പ്രയാസമില്ലാത്തത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് പലകാലം ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. 24-ാമത്തെ സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. ഇതൊരു മശിഹ സങ്കീർത്തനം എന്നാണ് 24-ാം സങ്കീർത്തനത്തെ പറ്റി പറയുന്നത്. ഒരു തുടക്കത്തിന് വേണ്ടി ഞാൻ പറയാം. 22, 23, 24 ഈ 3 സങ്കീർത്തനങ്ങളും ചേർത്ത് വെച്ചാണ് ബൈബിൾ പണ്ഡിതന്മാർ എപ്പോഴും പറയുന്നത്. 22-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഇതാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടിടുന്നത് എന്ന് പറയുന്ന കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ പറ്റിയുള്ള ആ പ്രവചനമാണ്. അത് നമ്മുടെ കഴിഞ്ഞു പോയ കാലമാണ്. മീൻസ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. 23-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മെ നടത്തുന്ന വഴികളാണ്. കുരിൽ തവഴിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നെ നടത്തുന്നു, അല്ലേ? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എല്ലാം പ്രസൻറ്റ് ടെൻസാണ്. ഇന്ന് എന്നെ നടത്തുന്ന ഇടയൻ. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഇടയനാണ് 22-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം നമ്മെ നടത്തുന്ന, ഇപ്പോൾ പ്രസൻറ്റ് നടത്തുന്ന ഇടയൻ. 24-ാം സങ്കീർത്തനം ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്നത് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അത് ഫ്യൂച്ചർ ടെൻസാണ്. വരാൻ പോകുകയാണ്. ഈ ഇടയൻ രാജാവായിട്ട് മടങ്ങി വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കലണ്ടറാണ് 22, 23, 24. ഇന്ന് പൽക്കാലം 24-ാം സങ്കീർത്തനമാണ് നാം വായിക്കാൻ പോകുന്നത്, വായിച്ചത്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിലിസ്ത്യർ നിയമപ്പെട്ടകം പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു യുദ്ധത്തിന് ശേഷം വളരെ വർഷങ്ങൾ കർത്താവ് കൽപ്പിച്ച അവിധിപ്രകാരമുള്ള രീതിയിലല്ല നിയമപ്പെട്ടകം ഇരുന്നത്. അമീതാബിൻ്റെ ഭവനത്തിൽ വർഷങ്ങളോളം ഇരുന്നു. അതിനുശേഷം ഒബേദേവദോമിൻ്റെ ഭവനത്തിൽ ചില മാസങ്ങളിരുന്നു. അതിനൊക്കെ ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് യെരൂശലേമിലേക്ക് ഈ പെട്ടകം വരുന്നത്. ആ പെട്ടകം വരുന്ന ആ സാഹചര്യത്തിലാണ് ദാവീദ് ഈ 24-ാം സങ്കീർത്തനം രചിക്കുവാനിടയായി തീർന്നത്. ഇതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂതലവും അതിൻ്റെ നിവാസികളും, ഈ കാണുന്നതൊക്കെയും അത്യുന്നതനായവൻ നിർമ്മിച്ചതാണ്. കൂടെ പറയുകയാണ് അതിലെ നിവാസികളും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാനും നിങ്ങളും കർത്താവിൻ്റെ സൃഷ്ടിയാണ്. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ കർത്താവാണ് നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ കർത്താവിന് നമ്മെക്കൊണ്ട് ചില ഉപയോഗങ്ങളുണ്ട്. കർത്താവാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ, കർത്താവാണ് നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങളെക്കൊണ്ട് കർത്താവിന് ഉപയോഗമുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്നെക്കൊണ്ട് എന്താ ഉപയോഗം? എനിക്ക് പാടാൻ അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലല്ലോ, എനിക്കൊരു പ്രസൻറ്റേഷൻ സ്കില്ലില്ലല്ലോ, എന്നെക്കൊണ്ട് എന്താ ഉപയോഗം? കർത്താവാണ് നിങ്ങളെ നിർമ്മിച്ചതെങ്കിൽ നിശ്ചയമായിട്ട് ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്, നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് കുറിച്ചൊരു ഉപയോഗമുണ്ട്. ഞാൻ ഈ റോയൽ മെയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ചില മെഷീൻസ് ഉണ്ട്. ജോസ്പ്രന്നൊക്കെ അറിയാം. ഞാൻ ഒരു മെഷീൻ ഞാൻ വന്ന് കയറുമ്പോൾ കാണുന്നത് സ്ഥിരമായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഇത് ഔട്ട്ഡേറ്റഡ് ആയ ഏതോ സാധനമാണ്, പണ്ടത്തെ കണ്ട് മെഷീനറി ആയിരിക്കും, ഇപ്പോൾ ഉപയോഗിക്കാത്തൊരു വസ്തുവായിരിക്കും, അത് അവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളെന്നാണ് എൻ്റെ മനസ്സിൽ. എന്നാൽ ഒരു ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു അതിന് വേറെ സമയമാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലല്ല, അത് രാവിലെ സമയത്തൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു മെഷീൻ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉപയോഗമുണ്ട്. വെറുതെ ഒരു മെഷീൻ ഉണ്ടാക്കി വെക്കത്തില്ലല്ലോ, എന്ത് നിർമ്മിച്ചു വെച്ചെങ്കിലും അതിനൊരു ഉപയോഗമുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് നിശ്ചയമായിട്ടും ഉദ്ദേശമുണ്ട്, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വേണം.
എന്നെക്കുറിച്ച് ദൈവത്തിന് ഉപദേശമുണ്ട്, എന്നെ ആവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പറ്റിയും ആവശ്യമുണ്ട്. നിങ്ങളുടെ സ്കില്ലല്ല, നിങ്ങളുടെ എന്നാ പറയുന്നത്, നിങ്ങളുടെ ടാലൻ്റ് അല്ല. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ പല നിലവാരത്തിൽ നിന്ന് കടന്നു വന്ന വിദ്യാർത്ഥികളുണ്ട്. അവിടെ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിന്തയുണ്ട്, ഇന്ന വ്യക്തിയുടെ കഴിവ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ മിടുക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത് എവിടെയെങ്കിലും ചെന്നെത്തിപ്പെടും. ഇതൊരു ലോകപ്രസിദ്ധി തന്നെയാവുന്നൊക്കെ ചിന്തിക്കുക. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, സ്കില്ലല്ല, നമ്മുടെ ടാലൻ്റ് അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ കർത്താവിന് വലിയ ഉത്തരവാദിത്തങ്ങൾ, വലിയ ഉപദേശങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ 24 സങ്കീർത്തനം തുടക്കം നമ്മളോട് പറയുകയാണ്, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉപദേശമുണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. 24 സങ്കീർത്തനത്തിൻ്റെ ഞാൻ പറഞ്ഞു, ഇതൊരു പ്രവചന സങ്കീർത്തനമാണ്, മെസ്സിയാനിക് സാമാണ്. ഇതിൻ്റെ പ്രവചനം 2 നിലവാരത്തിൽ പറയും. ഒന്ന്, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കഴുത കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് പോയൊരു സംഭവമുണ്ട്. അന്ന് ജനങ്ങളൊക്കെ ആർത്ത് വിളിച്ചു, മഹത്വത്തിൻ്റെ രാജാവ് വരികയാണ്, ഓശന്ന ഓശന്ന. അതുകൊണ്ട് പ്രവചനത്തിൻ്റെ ഒരു ഭാഗം അവിടെ പൂർത്തിയായെന്ന് പറയാം. എന്നാൽ വീണ്ടും കർത്താവ് മടങ്ങി വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ പൂർണ്ണതയിൽ ഇത് പൂർത്തിയാകും. ഞാൻ ആദ്യത്തെ ഭാഗം പറഞ്ഞതിൻ്റെ കാര്യം, കർത്താവ് അവിടെ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയാണ് പോകുന്നത്. ആ കഴുതക്കുട്ടിയെ അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരുവാൻ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, എനിക്ക് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിനെ, ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയാൻ. ഇന്ന് പോലെ ഇതിൻ്റെ തുടക്കം വായിച്ചപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, പൂതലവും അതിൻ്റെ നിവാസികളും കർത്താവാണ് സൃഷ്ടിച്ചെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു കഴുതയെ പോലും ദൈവത്തിന് അവൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പാൽക്കാലം നമ്മൾ എത്ര അധികമായി കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് പ്രസൻറ്റേഷൻ സ്കില്ലില്ലല്ലോ, എൻ്റെ ടാലൻ്റ് ഒന്നും മറ്റുള്ള മുമ്പിൽ മറ്റു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പുറകിലായി പോകുമെന്ന് ഭയമൊന്നും വേണ്ട. ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്, ദൈവത്തിന് എന്നെ ഉദ്ദേശമുണ്ട്. നമുക്ക് അടുത്ത 3-4 വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ തുറന്നു പറയുകയാണ്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഈ പെട്ടകവുമായിട്ട് യെരുശലേമിലേക്ക് പോവുകയാണ്. ഈ പെട്ടകവുമായിട്ട് പോകുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ആരാണ് ഈ പെട്ടകത്തോട് ചേർന്ന് നിൽക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുവാൻ യോഗ്യനാരാ? ആർക്കാ പറ്റുന്നത്? ന്യായപ്രമാണപ്രകാരം പറയുകയാണെങ്കിൽ അവിടെ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുകയാണ്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഇന്ന് വൽക്കാലം ദൈവത്തിന് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കഴിവ് വേണം എന്നുള്ളതല്ല ഇവിടെ. പിന്നെ എന്തോ പറയുന്നത്? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൾ എൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിർമ്മല ഹൃദയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. ഇവിടെ ആർക്കൊക്കെയാണ് നിർമ്മല ഹൃദയം എന്ന് ഞാൻ എത്ര തലകുത്തി നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാം. ഞാൻ ഈ പഴയ നിയമത്തിൻ്റെ ഈ ഭാഗം വായിക്കുമ്പോൾ, പണ്ട് വായിക്കുമ്പോൾ എനിക്ക് വളരെ ചിന്താക്കുഴപ്പം സംഭവിച്ച ഒരു ഭാഗമാണ് ഈ ഉസ്സ പെട്ടകത്തെ കയറി പിടിക്കുന്നതും മരിക്കുന്നതൊക്കെ. പണ്ട് ഞാൻ വായിക്കുമ്പോൾ ദൈവമേ, എന്നാൽ അത് ഇച്ചിരി മോശമായി പോയല്ലോ, അത് ഇച്ചിരി കടുപ്പമായി പോയല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. നല്ലൊരു കാര്യമല്ലേ ചെയ്തത്? എന്നാൽ ഇത് പിന്നീട് കുറേ കാലത്തിന് ശേഷം ഒരുപാട് നമ്മൾ വായിച്ച ആ ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ ആ കൾച്ചറും അവരുടെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിലായപ്പോഴാണ് മനസ്സിലായത് ഇവരത്രത്തോളം പവിത്രമായിട്ടാണ് ഈ വസ്തുവിനെ കണ്ടിരുന്നത്. ദൈവം അത്രമാത്രം വിശുദ്ധി അതിന് കൽപ്പിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ ആ പെട്ടകത്തെ നോക്കുക പോലും വരുത്. നോക്കിയ വലിയൊരു ജനത്തെ സംഹരിച്ചൊരു ചരിത്രം അവിടെ കാണുന്നുണ്ട്. അത്രമാത്രം റെവറൻസ് കൊടുത്തിരുന്ന ഒരു വസ്തുവായിരുന്നു ഈ നിയമപ്പെട്ടകം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമുക്ക് ദൈവത്തോട് ചേർന്ന് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതത്തിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു കാഷ്വൽ നമ്മുടെ ഒരു എൻ്റെ ഗ്യാതറിങ്, നമ്മുടെ അല്ലെങ്കിൽ സഭയെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളെ ഇഷ്ടമുള്ള ഞങ്ങൾ നടത്തും, ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെയല്ല, ഇതിൻ്റെ അകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശങ്ങൾ നിവർത്തിക്കപ്പെടുന്ന ഇടമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഹൃദയം നിർമ്മലതയുള്ളതായിരിക്കണം. ഉസ്സയുടെ ഹൃദയം എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമുക്ക് ആക്ഷനെ അറിയത്തുള്ളൂ.
എന്നാൽ കർത്താവ് കാണുന്നത് അവൻ്റെ ഹൃദയമാണ്. ഇവിടെ പറയുകയാണ്, ആർക്കാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കാൻ കഴിയുന്നത്? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നു. അടുത്ത 5-ാം വാക്യം 5-6 ഒന്ന് വായിച്ചാട്ടെ. തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ആമീൻ. അവരാണ് യഹോവയോട് അനുഗ്രഹം പ്രാപിക്കുന്നത്. ആര്? വെടിപ്പുള്ള കൈയുള്ളവർ. നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ്, ആ പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഈ പെട്ടകം അനേക വർഷങ്ങൾ ഇരുന്നത് അബീദാലാബിൻ്റെ ഭവനത്തിലാണ്. വർഷങ്ങളോളം ഇരുന്നു. അദ്ദേഹം ലേവ്യ പുരോഹിതൻ്റെ കുടുംബത്തിലുള്ളതാണ്. ഒരു വ്യത്യാസം വന്നില്ല. എന്നാൽ ഇവിടുന്ന് രണ്ടാമത് മാറ്റുന്നത് ഒബേദെദോമിൻ്റെ ഭവനത്തിലാണ്. ഈ ഒബേദെദോമിൻ്റെ ഭവനത്തിൽ 3 മാസമേ ഇരുന്നുള്ളൂ. അവിടെ വായിക്കുന്നത് ഈ 3 മാസം കൊണ്ട് ഈ ഒബേദെദോമിൻ്റെ സകല ഗൃഹത്തെ അനുഗ്രഹിച്ചു. വെറും 3 മാസം കൊണ്ട്. ഇതേ സാധനം വർഷങ്ങളോളം അബീദാദാവിൻ്റെ ഭവനത്തിൽ ഇരുന്നേ. അവിടെ ഒരു മാറ്റം സംഭവിച്ചില്ല, അവിടെ ഒന്നും സംഭവിച്ചില്ല. അവിടെ വെറും ഒരു പെട്ടിയായിട്ട് അവിടെ ഇരുന്നു. എന്നാൽ അതേ സംഭവം വിശുദ്ധിയുള്ള കരമുള്ള ദൈവത്തോട് നിർമ്മല ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ മാറ്റം. അങ്ങനെയെങ്കിൽ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ, എന്തെങ്കിലും ജീവിതത്തിൽ ആത്മീക നന്മ പ്രാപിക്കണമെങ്കിൽ നമ്മളുടെ കരങ്ങൾ വെടിപ്പുള്ളതായി തീരണം. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദർ കുക്ക് സാഹിബിൻ്റെ കൂടെ നടന്നതാണ് എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തിൻ്റെ പാരമ്പര്യം പറയുന്നത്. അതൊക്കെ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമാണ്. ഇവിടെ ഈ വചനത്തിൽ കൂടെ പറയുകയാണ്, 3 മാസം കൊണ്ട് ഒബേദെദോമിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. അവൻ്റെ നിർമ്മല മനസാക്ഷി, അവൻ്റെ കൈയുടെ പ്രവൃത്തി, ഇതൊക്കെ കർത്താവ് നോക്കിയപ്പോൾ അനുഗ്രഹിക്കപ്പെടുവാൻ യോഗ്യനായി തീർന്നു. അവിടെ പിന്നെയും വായിക്കുകയാണ്, 7-ാമത്തെ വാക്യം ഇവിടെ നിന്ന് വായിച്ചാട്ടെ, 7-8. തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആമേൻ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ആമേൻ. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ? കഥകൾ തുറക്കുമല്ലേ, ഉയർത്തുവാണോ? ആമേൻ. പണ്ട് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പഴയകാലത്തെ കോട്ടയുടെയൊക്കെ വാതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഇത് പുള്ളി വെച്ച് മേപ്പോട്ട് പൊക്കുക. ഇന്നത്തെ പോലെ ഹിഞ്ചസ് വിചാരി വെച്ച് തുറക്കുമല്ല, ഇത് ഉയർത്തുകയാണ്. ഇവിടെ പറയുകയാണ്, മഹത്വത്തിൻ്റെ രാജാവ് വരികയാണ്, നിങ്ങൾ ഉയർത്തുവിൻ. ഈ ഉയർത്തുന്നത് തന്നെ പല നിലവാരത്തിൽ ഉയർത്തും. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും റെഫറൻസ് കൊടുക്കേണ്ട ആൾ വരുമ്പോൾ ഇത് ഈ കോട്ടമതിലിൻ്റെ ഹൈറ്റിൽ, ആ പൊക്കത്തിൽ ഏറ്റവും ഉയരത്തിൽ പൊക്കും. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് കയറിപ്പോകുന്ന ഹൈറ്റിൽ ഇത് ഉയർത്തത്തുള്ളൂ. ഇവിടെ പറയുകയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആദ്യമേ വായിക്കുകയാണ്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? ആർക്കാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നത്? ഇവിടെ വായിക്കുകയാണ്, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ഇങ്ങോട്ട് വരികയാണ്, നിങ്ങൾ പണ്ടേയുള്ള കഥകൾ തുറന്നിരിക്കും. ഇന്ന് വായിക്കാൻ മഹത്വത്തിൻ്റെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നിടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്ന് പലകാലം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗികമായ പ്രവചന പൂർത്തീകരണം നടന്ന ആ ഭാഗം കൂടെ ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഭാഗം ഒന്ന് എടുക്കാമോ? മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ കർത്താവ് മഹത്വത്തോടെ യെരൂശലേമിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഭാഗമാണ്. അതുകൂടെ വായിച്ച് നമുക്ക് ചിന്തിക്കാം. അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബെത്ഫാഗയിലും ബഥാനിയിലും എത്തിയപ്പോൾ അവിടെ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവനോട്, നിങ്ങൾ കഴുതക്കുട്ടി അഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴികരിയിൽ വിതറി. മുമ്പും നടക്കുന്നവർ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും മതി. ആമേൻ. ഇവിടെ കർത്താവ് യെരൂശലേമിലേക്ക് കടന്നു വന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇവിടെ വായിക്കുകയാണ്, മഹത്വത്തോടെ
വലിയ പുരുഷാരത്തിൻ്റെ ആരവത്തോടെ കടന്നു വരുന്ന ഒരു അനുഭവം, ഒരു സംഭവമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ്റെ രണ്ടാമത്തെ വാക്യത്തിലാണ്, മൂന്നാം വാക്യത്തിലാണ് പറയുന്നത്, ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ, ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ കർത്താവിന് നമ്മയൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് പലരെയും ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഈ കഴുതയെ അഴിച്ചുകൊണ്ട് വരുവാൻ ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. ആമേൻ. അതിനുശേഷം ഈ കഴുതയെ തന്നെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ഈ യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വലിയൊരു പുരുഷാരത്തിൻ്റെ ആരവം, ആമേൻ, തൻ്റെ ആ വരവിനെ വിളിച്ചറിയിക്കുന്ന വലിയൊരു പുരുഷാരം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും കർത്താവിൻ്റെ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല ജീവിതത്തിൽ പല നിലവാരത്തിൽ ജീവിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പല നിലവാരത്തിൽ കർത്താവിനെ സേവിക്കുകയാണ്. ആമേൻ. അല്ലെങ്കിൽ എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന 3 കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, കർത്താവിൻ്റെ കരത്തിൽ നാം ഉപയോഗിക്കപ്പെടണമെങ്കിൽ നാം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത് ആവശ്യമാണ്. ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ പരിചയങ്ങളല്ല, നമ്മുടെ എക്സ്പീരിയൻസ് അല്ല, പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടതാണ് അനുസരണം എന്നുള്ള കാര്യം, ഒബീഡിയൻസ്. ഇവിടെ വളരെ ഒരു എന്നാ പറയുന്നത്, ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കാരണം കർത്താവ് 2 ശിഷ്യന്മാരെ എന്തു പറഞ്ഞാണ് അയക്കുന്നത് അറിയാമോ? 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല അതൊരു കഴുതക്കുട്ടി കെട്ടിയിരിക്കുന്നത് കാണാം. ഒരു കഴുതക്കുട്ടി അവിടെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ട് ഇങ്ങ് വരണം. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മളോടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചോദ്യം തിരിച്ചു ചോദിക്കും. കർത്താവ് ഇത് ആരുടെ കഴുതയാണ്? അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ അഴിച്ചുകൊണ്ട് വരാമോ? ഇനി ഇത് തരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങിക്കണോ? കാശ് കൊടുക്കുവാണെങ്കിൽ എത്ര വരെ കൊടുക്കാം? എന്തൊക്കെ ചോദ്യം ചോദിക്കാം നമുക്ക്. ഞാൻ ഇതിൻ്റെ ഈ ഒരു ചോസൺ ഫിലിമിൽ ഈ ഒരു പാട്ട് ഞാൻ കണ്ടായിരുന്നു. അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. വളരെ എന്നാ പറയുന്നത്, ഇന്ന് നാളിൽ നമ്മൾ പോവുകയാണെങ്കിൽ എപ്രകാരമാണ് പോകുന്നത്, അതേ നിലവാരത്തിലുള്ള ശിഷ്യന്മാർ 2 പേരും തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ കാര്യം തന്നെ. നിനക്കറിയാമോ ആരെയാണ് കാണാൻ പോകുന്നത്? മറ്റേ പറയും, എനിക്കൊന്നും അറിയത്തില്ല. അവിടെ ചെന്ന് എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. നമ്മൾ നിൻ്റെ പൈസ വല്ലതുമുണ്ടോ? എൻ്റെ പൈസ ഇല്ല. പിന്നെ എങ്ങനെ വായിച്ചോണ്ടോ? ഇത് മോഷണമാണോ? ഇനി മോഷണമാണെങ്കിൽ കർത്താവ് നമ്മളെ വിടത്തില്ലല്ലോ. എന്ന് വെച്ചാൽ വലിയ എന്നാ പറയുക, എന്ത് നടക്കാൻ പോകുന്ന വലിയ അറിയുന്നാലും കർത്താവിൻ്റെ വാക്ക് കേട്ട് അങ്ങ് ഇറങ്ങിയാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ ഫാദർ എവിടെ എനിക്ക് വിളിച്ച് പറയും, ഫോണിൽ കൂടെ ആയിരിക്കും, പെട്ടെന്ന് വിളിച്ച് പറയും, ഇതുപോലെ ഇന്ന സ്ഥലത്ത് പോകണേ, അവിടെ ഒരു പാസ്റ്റർ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ നിൽക്കുകയാണ്, പോയി ഇന്ന് പറഞ്ഞ് പെട്ടെന്ന് കണ്ടേക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ കട്ടി. എന്തുവാ, ആരെയാണ് കാണേണ്ടത്, എന്താണ് പറയേണ്ടത്, കണ്ടിട്ട് എന്തോ ചെയ്യണം, ചിരിക്കണോ വേണ്ട, ഒന്നും പറയത്തില്ല. ഇത് കേൾക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര, തിരിച്ച് വിളിച്ചാൽ കിട്ടത്തുമില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ പല ഇറിറ്റേഷൻ പറ്റി എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു സ്വഭാവം വെച്ച് കെസി എപ്പോഴും പറയും, എല്ലാ കാര്യം മുൻകൂട്ടി പറഞ്ഞെങ്കിൽ, എല്ലാം മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ മാത്രമേ ചെറിയൊരു ചുവട് എടുത്ത് വെക്കത്തുള്ളൂ. മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടണം. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണല്ലോ. അപ്പം ഇവിടെ ശിഷ്യന്മാർക്ക് ഒരു അറിവുമില്ല എന്ത് നടക്കാൻ പോകുന്നത്. പക്ഷേ നിൻ്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാതെ പറഞ്ഞ പോലെ കർത്താവാണല്ലോ കൽപ്പിച്ചത്, ഞാൻ അനുസരിക്കാം. ഇന്ന് പലകാലം ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചെങ്കിലേ മതിയാവത്തുള്ളൂ. പലപ്പോഴും നമ്മൾക്ക് കേൾക്കുന്ന ദൈവിക ശബ്ദമാവട്ടെ, ദൈവിക ആലോചനയാവട്ടെ, നമ്മളെപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കും. നമ്മൾ ലോജിക്കലായിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യും. ഇതിൽ ഞാൻ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, വെച്ചില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും, പല 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 ചിന്തകൾ, പല പല അവസാനം നമ്മളൊരു കൺക്ലൂഷനിലെത്തും. എന്നാൽ ദൈവനും പറയുന്നത് അങ്ങനെയല്ല. നിൻ്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാമെന്ന് പറയുന്ന ഒരു വിശ്വാസം, ഒരു അനുസരണം, അപ്രകാരം അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ആമേൻ. നിനക്ക് കഴിവില്ലെന്നുള്ളതല്ല. ആമേൻ. നിനക്ക് സംസാരിക്കുവാനുള്ള സ്കില്ലില്ലെന്നുള്ള കാര്യത്തിൽ ഭാരപ്പെടേണ്ട. എൻ്റെ വാക്ക് അനുസരിക്കുവാൻ എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നിയിരിക്കൽ PG വർഗീസ് സാറിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം കൽക്കട്ടയിലാണല്ലോ, കൽക്കട്ടയായിരുന്നു, കട്രയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ, വലിയ വിശാലതയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ സംഭവിച്ചത്.
എന്നാൽ അതിൻ്റെ ആരംഭത്തിൽ ഒരിക്കൽ ദൈവം തന്നോട് ആലോചന പറയുകയാണ്, ഇതുപോലെ കട്ടറയിൽ പോകണം. ഇദ്ദേഹം കേട്ടു, ഇതൊക്കെ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ആലോചനയാണ് അനുസരിക്കാം. ഇദ്ദേഹം ട്രെയിൻ ടിക്കറ്റ് എല്ലാം എടുത്തു. ഈ ദിവസങ്ങൾ അടുത്ത് വരുമ്പോഴാണ് ഇദ്ദേഹം ശരിക്കും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ഈ കട്ടറയിൽ ആരാ ഉള്ളത്? ആരുമില്ല. അവിടുത്തെ ഭാഷ എന്താണ്, അവിടുത്തെ കാര്യങ്ങൾ എന്ത്, പല പല ചിന്തകൾ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ ഭാര്യയും ചെറിയ മകനാണോ മകളാണോ ചെറിയൊരു കുഞ്ഞുമുണ്ട്. ഇവർക്ക് എല്ലാം ഒരുമിച്ച് പോകാനുള്ള സംവിധാനങ്ങളാണ് എടുത്തത്. പക്ഷേ ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഒറ്റയ്ക്ക് പോകുന്നതല്ലേ ബുദ്ധി. ഭാര്യയും ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടെങ്കിലും അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ കുടുംബത്തെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ ഭാര്യയെ, ഇവരെ എങ്ങനെ ഞാൻ സംരക്ഷിക്കും? ഈ ഒരു ചിന്ത കടന്നു വന്ന് ഭയങ്കര മാനസികമായ ഒരു പ്രയാസം. കാലെടുത്ത് വെച്ച് ഇനി തിരിച്ച് നടക്കണോ? എന്താണ് ചെയ്യേണ്ടത്? താൻ അതിൻ്റെ അനുഭവത്തിൽ പറയണം. അവസാനം താൻ ചിന്തിച്ചു, തീരുമാനിച്ചു, ഞാൻ പോവുകയാണ്. എന്തു വന്നാലും ഞാൻ കടുത്ത് വെക്കുകയാണ്. അദ്ദേഹം പറയണം, ഇന്ന് ഞാൻ കൃത്യം സംഖ്യ 10,000-ലധികം സുവിശേഷകർ അദ്ദേഹം അവിടെ വാർത്തെടുക്കുന്നവരുടെ തീർന്നു. അത്രയും വിശ്വാസികൾ കടന്നു വരുന്ന വലിയ ദൈവപ്രവൃത്തി ആ ഒറ്റ വാചകം ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ചത് മുഖാന്തരം അവിടെ വെളിപ്പെടുവാനിടയായത്. ഇന്ന് പകൽക്കാലം ദൈവത്താൽ ഉപയോഗപ്പെടണമെങ്കിൽ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആമേൻ, ആമേൻ. സംശയമില്ലാത്ത അനുസരണമുള്ളെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരത്തിൽ നാം പ്രയോജനപ്പെടുകയുള്ളൂ. അവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കാണും, അഴിച്ചുകൊണ്ട് വരിക. ആമീൻ. അവിടെ മുന്നോട്ട് വായിക്കുമ്പോൾ വീണ്ടും നാം കാണുന്ന ഇപ്രകാരമാണ്, അവിടെ പോയി തെരുവിൽ പുറത്ത് വാതിക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അതിനെ അഴിച്ച് അവിടെ നിന്ന്, അവിടെ ആ ഭാഗം വായിക്കുന്നുണ്ട്. അവിടെ എനിക്കൊന്ന് മറ്റൊരു ഗോസ്പലാണെന്ന് തോന്നുന്നു, അവിടെ ഇടുന്നുണ്ട്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. കിടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. പലപ്പോഴും ഈ മൃഗങ്ങളുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മൃഗങ്ങൾ, കുതിരയായിക്കോട്ടെ കഴുതയായിക്കോട്ടെ, ഇതിനെ മെരുക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പേര് കയറി അതിൻ്റെ ആ ഒരു ശീലം മനസ്സിലായി കഴിയുമ്പോഴേ ഇത് മെരുങ്ങത്തുള്ളൂ, ഇനി ഒരു ടൈംഡ് ആവത്തുള്ളൂ. എങ്കിലേ മനുഷ്യർക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഈ കുതിരകളെയൊക്കെ പണ്ട് ഈ കാട്ടിൽ നിന്നൊക്കെ പിടിച്ചിട്ട് ഇതിനെ ടൈം ചെയ്യിപ്പിക്കും. ഇതിനെ എങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ കയറി യുദ്ധത്തിന് പോവുകയോ അല്ലെങ്കിൽ സവാരി നടത്തുവാനേ കഴിയത്തുള്ളൂ. ഇവിടെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, ദൈവത്തിന് കരത്തിൽ ഉള്ള നമ്മളെപ്പറ്റിയുള്ള ഉദ്ദേശം പൂർത്തീകരിക്കണമെങ്കിൽ നാം ഒന്ന് ടൈംഡ് ആവണം. കർത്താവിൻ്റെ ആലോചനയ്ക്കൊന്ന് കീഴ്പ്പെടണം. നമുക്കറിയാം, ഒരു കഴുതപ്പുറത്ത് കയറണമെങ്കിൽ എന്ത് മൃഗത്തിൻ്റെ പുറത്ത് കയറണമെങ്കിൽ അതൊന്ന് കുനിഞ്ഞു കൊടുക്കണം. ഈ ഒട്ടകമൊക്കെ കുനിഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? അല്ല, നമുക്ക് ഇത് ഏണി വെച്ചല്ല അതിൻ്റെ മുകളിൽ കയറുന്നത്. ഇതൊന്ന് കീഴ്പ്പെണ്ടെങ്കിൽ മാത്രമേ ആമേൻ അതിൻ്റെ മുകളിൽ യജമാന് കയറാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടെ കർത്താവ് ഇവിടെ ഈ കഴുതക്കുട്ടിയെ പറ്റി പറയുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, കർത്താവിനെ ഒന്ന് കയറിക്കൊടുക്കുവാൻ ഇതൊന്ന് കീഴ്പ്പെട്ടു, ഒന്ന് ടൈംഡായി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് ചിലതിനെയൊക്കെ ഉപേക്ഷിച്ചെങ്കിലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ സെൽഫ് അതിനെ ഒന്ന് ഒഴിവാക്കിയെങ്കിലേ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉദ്ദേശത്തിന്, കർത്താവിനെ ഉപയോഗിക്കത്തക്ക ഒരു പാത്രമായി തീരത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളേക്ക് വിട്ട് അല്ലെങ്കിൽ ദൈവ ആലോചനയ്ക്ക് ചേരാത്ത പലതിനെയും ഉപേക്ഷിക്കുവാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഐ സറണ്ടർ ഓൾ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ, വളരെ ഫേമസ് ആയ പാട്ട്. അതെഴുതിയ ജഡ്സൺ എന്ന് പറയുന്ന ആ വ്യക്തി, ഇദ്ദേഹം മനോഹരമായ ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരനാണ്. ഈ കലയിൽ ഇദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചിത്രം വാങ്ങുവാൻ വളരെ ദൂരത്തു നിന്ന് ആൾക്കാർ വരും. ഇദ്ദേഹത്തിന് നല്ല സമ്പാദ്യം കിട്ടുന്ന ഒരു വലിയ പ്രൊഫഷനാണ്. അതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് ചിത്രരചന പഠിക്കുവാൻ ഒരുപാട് പേര് ശിഷ്യന്മാരുണ്ട്. ഇദ്ദേഹം ഒരു വിശ്വാസി കൂടിയാണ്. എന്നാൽ പല സമയങ്ങളായിട്ട് ഇദ്ദേഹത്തിന് ദൈവീയ ആലോചന, ദൈവം തന്നോട് സംസാരിക്കുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം, എനിക്ക് നിന്നെപ്പറ്റി ഉപദേശങ്ങളുണ്ട്. ഈ കാണുന്ന ചിത്രരചനയെക്കാളും ഇന്ന് നീ കാണുന്ന ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഇവരുടെ മേളിൽ ഗുരുവായിട്ടിരിക്കുന്ന അനുഭവത്തെക്കാളും ഇതിനേക്കാൾ മേൽത്തരമായി എനിക്ക് നിന്നെപ്പറ്റി ചില ഉപദേശങ്ങളുണ്ട്. ഈ ജഡ്സൺ ഇത് കേൾക്കുന്നെങ്കിലും തൻ്റെ ഇപ്പോഴത്തെ അനുഭവം ഉണ്ടല്ലോ, എല്ലാവരും വന്ന് തൻ്റെ മുന്നിൽ വന്ന് സാറെ പഠിപ്പിക്കണേ ഇതിൻ്റെ കാര്യം, ഇത് അവരുടെ മുന്നിൽ രാജാവായിട്ട് നിൽക്കുന്ന ആ ഒരു അനുഭവം, അല്ലെങ്കിൽ ദൂരത്തു നിന്ന് ആൾക്കാർ വന്ന് അദ്ദേഹത്തിൻ്റെ പിക്ചർ പെയിൻറ്റിങ്സ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഇപ്പോൾ ഇരിക്കുന്ന ആ സ്റ്റാറ്റസ് വിടുന്നവൻ
തനിക്ക് ഒരു മനസ്സില്ല. പല പ്രാവശ്യം ദൈവത്തിൻ്റെ ആലോചന കേട്ടു. ഒരിക്കൽ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ശബ്ദം ആഴമായി തന്നെ സ്പർശിച്ചു. താൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിറങ്ങാൻ തീരുമാനിച്ചു. അതിന് മതിയാണ് താൻ ആ പാട്ടെഴുതുന്നത്, ഐ സറണ്ടർ ഓൾ. എല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്, ഞാൻ ഏറ്റവും മുഖ്യമെന്ന് കാണുന്നതൊക്കെ വിട്ട് കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി എന്നെ തന്നെ കീഴ്പ്പെടുത്തുകയാണ്, എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗപ്പെടുന്നൊരു പാത്രമാകണമെങ്കിൽ കർത്താവിൻ്റെ മുമ്പാകെ ഒന്ന് കീഴ്പ്പെടുവാൻ, നമ്മുടെ സെൽഫിനെ ഒന്ന് മാറ്റിവെക്കുവാൻ, ആമേൻ, ഇന്ന് പലകാലം കഴിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുവാനിടയാത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അനുസരിക്കുന്ന വ്യക്തിയിലെ കർത്താവ് നോക്കുന്നു. ആമേൻ, തന്നെ കീഴ്പ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് മുമ്പാകെ കീഴ്പ്പെടുത്തുന്ന വ്യക്തികളെ കർത്താവ് നോക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത് നാം നോക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ കെട്ടപ്പെട്ട ഒരു കഴുതയുണ്ട്. ശിഷ്യന്മാർ ചെല്ലുമ്പോൾ ഇവർ ചെല്ലുമ്പോൾ അവിടെ കഴുത ഉണ്ട്, അവൈലബിൾ ആണെന്ന് കർത്താവിന് അറിയാം. ആ നാട്ടിലെ ഏറ്റവും മികച്ച ഒരു കുതിരയുണ്ടെന്ന് വിചാരിച്ചോട്ടെ. പക്ഷേ കർത്താവിന് ഉപയോഗിക്കാനുള്ള സമയത്ത് ഈ കുതിര അവിടെ കാണുന്നില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റിയാണ് ഏറ്റവും. കർത്താവിന് ഉപയോഗിക്കുവാൻ, കർത്താവ് പറയുന്നിടത്ത് പ്രവർത്തിക്കുവാൻ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ആമേൻ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, അത് ആൾക്കാർ കൂടുമ്പോൾ ഞാൻ വളരെ ഫയറാണ്, ഇവരെല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ താഴെ പോകുമെന്ന് പറയുന്നൊരു അനുഭവമാണെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിന് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിന് നമ്മെ ഉപയോഗിക്കുവാൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഈ കർത്താവ് ഇന്ന് എൻ്റെ ആത്മീക ലെവൽ ഇച്ചിരി താഴെയാണ്, അതുകൊണ്ട് ഇപ്പോൾ എന്നെക്കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ കൊച്ചിയിലായിരുന്നപ്പോൾ അവിടെ എനിക്കൊരു ബൈക്കായിരുന്നു. ബൈക്കിലാണ് എൻ്റെ യാത്രയെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബ്രദർ ഒരു ജീപ്പ് എടുത്തു. നമുക്കറിയാം നാട്ടിലൊക്കെ ഈ മോഡിഫൈ ചെയ്യുന്ന ജീപ്പുണ്ടല്ലോ, വലിയ ടയറൊക്കെ ഉള്ള ഓഫ് റോഡ് പോകുന്ന. അതിൻ്റെ ചേട്ടൻ അതിൻ്റെ ഒരു ഇച്ചിരി കമ്പമുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം ഇവിടുന്ന് ഈ ഒരു ജീപ്പ് എടുത്ത്, ഇദ്ദേഹം ജീപ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഗൾഫിൽ പോവുക. അപ്പോൾ ഇത് എൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തില്ല. കാരണം ഇപ്പോൾ ഫാദർ പാസ്റ്ററാണ്. ഈ വലിയ ടയറും 4 റോഡിൽ വെളിയിൽ കിടക്കുന്ന ടയറുള്ള ഇത് ഇട്ടുകൊണ്ട് ഓടിച്ച് പോകുന്നത് തന്നെ ഒരു അഭംഗിയായിട്ടത് എന്നോട് പറഞ്ഞിട്ടാ, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്, ഞാനങ്ങ് കൊണ്ടുതരാം, നീ വെച്ചോ, നിനക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം ഞാൻ കേട്ടപ്പോൾ എനിക്ക് ബൈക്കാണ് ഇപ്പോൾ ഉള്ളത്, നല്ല കാര്യമല്ലേ, ഒരു ജീപ്പെങ്കിൽ ജീപ്പ് ഇരിക്കട്ടെ, നല്ല കാര്യം, മൈലേജ് ഇച്ചിരി കുറവാന്നേ ഉള്ളൂ, എന്നാലും ഞാൻ വെച്ച സന്തോഷം. ഇത് കൊണ്ടുവന്നു. ഇത് സത്യത്തിൽ റോഡിലിറക്കി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വന്ന് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു കമ്പമാണ് ഇതിൻ്റെ. അതുപോലെ മോഡിഫൈ ചെയ്ത്, എനിക്ക് തന്നെ അറിയത്തില്ല, പല പാർട്ടുമൊക്കെ വളരെ കളറൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നൊരു വണ്ടിയാണ്. അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ആൾക്കാർ ചിലതൊക്കെ വന്ന് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. ഞാൻ അറിയാവുന്ന പോലെ കുറച്ചൊക്കെ പറയും. കുറേ പേര് ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിക്കും. കുറേ എന്നെ കൂടെ ചേർത്തെടുക്കും. ചിലർ ഞാൻ മാറി നിൽക്കുമ്പോൾ എടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് ആദ്യം വളരെ രസമായിട്ടൊക്കെ എനിക്ക് തോന്നി. എന്നാൽ പിന്നീട് ഞാൻ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങ് വരും, വണ്ടി കൂടെ വരത്തില്ല. ഇത് ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കും. പിന്നെ നാട്ടുകാർ വല്ലതും തെള്ളി ഇതിനെ ഒരു സൈഡിൽ കൊണ്ടിടും. ഞാൻ പിന്നെ ടാക്സിയോ ബസ്സോ വിളിച്ച് തിരിച്ച് വീട്ടിൽ വരണം. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഏതെങ്കിലും മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വരണം. 1 പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി. പിന്നെ ഞാനിത് പോകുമ്പോൾ ചർച്ചിലുള്ള കുറച്ച് പിള്ളേരും കൂട്ടാണ് പോകുന്നത്. കാരണം ഇത് എവിടെയെങ്കിലും നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ഇത് തള്ളി ഒരു സൈഡിൽ കൊണ്ട് വെക്കണം. ഇവരുടെ സർവീസൊക്കെ എനിക്ക് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാനിതെൻ്റെ മൂത്ത ബ്രദറിനെ വിളിച്ച് പറഞ്ഞത്, ഇത് എനിക്ക് ഉപകാരമല്ല, ഇതെനിക്ക് ഗുണമല്ല, ഇതിനെക്കൊണ്ട് ഏക ഗുണം കുറച്ച് ഫോട്ടോ എടുക്കാമെന്നല്ലാതെ ഇതിനെക്കൊണ്ട് മറ്റൊരു ഗുണമില്ല എന്ന് പറഞ്ഞാൽ, ഒരു വാഹനത്തെ പറ്റിയുള്ള നമ്മുടെ പ്രധാന ഉദ്ദേശം എന്താ? അതിനെ ഓടിക്കുക. അത് നമുക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അത് അവൈലബിൾ ആയിരിക്കണം, അല്ലാതെ ഫോട്ടോ എടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. അവസാനം അത് വണ്ടി കൊടുത്തു. ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ തിരിച്ച് ബൈക്കിലോട്ട് തന്നെ തിരിച്ചു വന്നു. കാരണം എനിക്ക് എപ്പം ആവശ്യമുണ്ടെങ്കിലും ബൈക്ക് ഇവിടെ റെഡിയാണ്, അതെന്നെ തിരിച്ചു കൊണ്ടുവരും. ദൈവം നോക്കി ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ബാക്കി കഴിവോ നിങ്ങളുടെ ബാക്കി ഒന്നുമല്ല, കർത്താവ് പറയുന്നിടത്ത് നിങ്ങൾ അവൈലബിൾ ആണോ? ആമേൻ. കർത്താവ് അയക്കുന്നിടത്ത് നിങ്ങൾ അവൈലബിൾ ആണോ? ആമേൻ. നിങ്ങൾക്ക് വേണ്ട സ്കില്ല് ദൈവം തരുമെന്നേ. ആമേൻ. പുതിയ ഒരു വാചകമുണ്ട്. നിങ്ങൾ വലോസിനോട് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയിലാണെന്ന് തോന്നുന്നു, നീ പോകുമ്പോൾ നീ എന്ത് സംസാരിക്കുമെന്ന് നീ വിചാരപ്പെടേണ്ട, നീ സംസാരിക്കേണ്ടതിന് ആ നിമിഷം ഞാൻ നിൻ്റെ നാവിൽ തരും. ആമേൻ. അത് വളരെ സത്യമാണ്. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ആയിട്ട് വന്നൊരു പയ്യൻ, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്.
അവന് ഞങ്ങൾക്ക് ചാപ്പൽ സർവീസുണ്ട്, ഡോമിറ്ററി മാത്രമുള്ള കുറച്ച് പേരേ ഉള്ളൂ. ഈ കുറച്ച് പേരുടെ അകത്ത് പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ പ്രസംഗിച്ച് ബോധം കിട്ടും വീഴും. പേടി, സ്റ്റേറ്റ് ഫ്രൈറ്റാണ്. അപ്പം പക്ഷേ ഇന്ന് വളരെ വളരെ മികച്ച രീതിയിൽ ആ വ്യക്തി തന്നെയാണോ ഇതെന്ന് ചിന്തിക്കുന്ന രീതിയിൽ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കഴിവോ സ്കില്ലോ ഒന്നുമല്ല, കർത്താവിൻ്റെ മുമ്പാകെ ഒന്ന് കീഴ്പ്പെടുവാൻ, കർത്താവിൻ്റെ വചനത്തെ മുമ്പാകെ ഒന്ന് സമർപ്പിക്കുവാൻ, ആ വചനം ദൈവത്തിൻ്റെ ആ വാക്കൊന്ന് അനുസരിക്കുവാൻ, കർത്താവ് പറയുന്ന ഇടങ്ങളൊന്ന് അവൈലബിൾ ആകുവാൻ, അത്രയും മതിയെന്നേ ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും, വേറൊന്നും വേണ്ട. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കണമെങ്കിൽ ആമേൻ അവന് നമ്മളെ ആവശ്യമുണ്ട്. അവിടെ വായിക്കുകയാണ്, തൻ്റെ ശിഷ്യന്മാരെ കർത്താവിന് ആവശ്യം വന്നു, ഈ കഴുതക്കുട്ടിയെ ആവശ്യം വന്നു. കയറി അവിടെ വന്നപ്പോൾ വലിയൊരു പുരുഷാരം ആർപ്പ് വിളിക്കുവാൻ അവൻ്റെ ആ വരവ് പ്രസിദ്ധമാക്കുവാൻ വലിയൊരു പുരുഷാരം കർത്താവ് ഇവരെ ഉപയോഗിച്ചു. അല്ലെങ്കിൽ കർത്താവിനെ ഉപയോഗിക്കപ്പെടുവാൻ അവരൊക്കെ കൂടെ നിന്നു. ഇന്ന് പലകാലം ബാൺസ്റ്റാപ്പിൽ നമ്മൾ ഈ സഭയിൽ കർത്താവിനെ ഉപയോഗിക്കപ്പെടുവാൻ നമ്മൾ ചേർന്ന് നിൽക്കണം. എന്താണോ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചേർന്ന് നിൽക്കുവാനിടയെത്തണം. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മാനപാത്രമായി നാം തീരും. ഹല്ലേലൂയ. ഇന്ന് പലകാലം ഇന്നത്തെ നമ്മുടെ അവസ്ഥ നോക്കി, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീക നിലവാരം നോക്കി നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പഴുതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേട്ടുകൊണ്ട് ഈ ചൈനീസ് ബാമ്പു എന്ന് പറയുന്ന മുള, ചൈനയിലുള്ള ഒരു പ്രത്യേക തരം മുളയാണ് ഇത്. നമ്മൾ നട്ടുവെച്ച് കഴിഞ്ഞാൽ സാധാരണ മുളകളൊക്കെ വളർന്ന് എപ്പോട്ട് കയറുന്ന സമയത്തൊന്നും ഇത് വരുത്തില്ല. ഇത് അവിടെ ഇങ്ങനെ നിൽക്കും. നിങ്ങളെന്നും വെള്ളം ഒഴിച്ചാലും ആവശ്യമുള്ള വളം കൊടുത്താലും അവർ പറയുന്നത് ഒരു 3-4 വർഷം ഇത് ഒരു ചെറിയൊരു ഹൈറ്റിൽ നിൽക്കത്തുള്ളൂ. എന്നാൽ ഇത് ഒരു 4-5 വർഷം കഴിഞ്ഞ് അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു പീരീഡുണ്ട്. അതിനുശേഷമുള്ള 30 ദിവസം കൊണ്ട് ഇത് 90 അടി കയറിപ്പോവും. കാണുന്നവർ വിചാരിക്കും ഇപ്പോഴാണ് അതിന് വേണ്ടതായ വളമൊക്കെ കിട്ടിയത്, ഇപ്പോഴാണ് അതിന് വേണ്ടുന്ന വെള്ളം ശരിക്കും കിട്ടിയത്. അങ്ങനെയല്ല, ഇത് ഈ കഴിഞ്ഞ 5 വർഷവും ഇത് വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ദൃഷ്ടിയിലല്ല, ഇത് മണ്ണിൻ്റെ അടിയിലോട്ട് ഇതിന് വേണ്ടുന്ന വേര് പടർത്തിക്കൊണ്ടിരിക്കുക. കാരണം ഒരു സമയം കഴിയുമ്പോൾ ഇതങ്ങോട്ട് പന്തലിക്കും, ഇതങ്ങോട്ട് കയറിപ്പോകും. അന്നേരം ഇതിന് വേണ്ടുന്നതായിരിക്കുന്ന ആരോഗ്യം ഇത് സംഭരിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവ് ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഒന്നുമില്ലേ, ഇന്ന് ഞാനിവിടെ ക്ഷീണിച്ചിരിക്കുകയാണോ, ഇന്ന് കർത്താവ് ഇന്ന് എന്നെ ഉപയോഗിക്കുന്നില്ലേ എന്ന് ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ സന്നിധി അവൈലബിൾ ആണെങ്കിൽ കർത്താവിൻ്റെ സമയത്ത് കർത്താവിനെ ഉപയോഗിക്കുവാനിടയെത്തിരുന്നു. പകൽക്കാലം ഭൂതലവും അതിൻ്റെ നിവാസികളെ യഹോവയ്ക്കുള്ളതാണെങ്കിൽ, കർത്താവ് നമ്മെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുവാൻ, ആ ഉദ്ദേശത്തിന് മുമ്പാകെ അനുസരിക്കുവാൻ, ആ ഉദ്ദേശത്തിന് മുമ്പാകെ അവൈലബിൾ ആയിട്ടിരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ ഉപയോഗിക്കേണ്ടത് തരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെക്കുറിച്ചും അങ്ങേക്കുള്ള ഉദ്ദേശം കർത്താവേ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. ഞങ്ങൾ വെറുതെ കർത്താവേ ഇവിടെ ഇരിക്കുവാനല്ല, അങ്ങയുടെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഉദ്ദേശത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവേ, ഒന്ന് അങ്ങയുടെ ഉദ്ദേശത്തിന് മുമ്പാകെ ഒന്ന് കീഴ്പ്പെടുവാൻ, അങ്ങയുടെ വാക്കൊന്ന് അനുസരിക്കുവാൻ, ഒന്ന് അവൈലബിളായി തീരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുറ്റുവായി ഞങ്ങളെ സമർപ്പിക്കുന്നു. തുടർന്ന് ക്രിസ്തു കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന്